ഹലോ മച്ചാമാരാ, ഇന്ന് രാവിലെ എനിട്ടിട്ട് ഞാൻ നേരെ പോയി നമ്മുടെ ഗപ്പികളുടെ അടുത്തേക്കാണ് കേട്ടോ. ഇന്നലെ നല്ല കാറ്റും മഴ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ വലകളും കാര്യങ്ങളൊക്കെ മാറി കിടക്കുന്നുണ്ട്. അപ്പോഴാണ് ഇത് ഈ ഒരു കാഴ്ച കണ്ടത്, നമ്മുടെ ഫുൾ വൈറ്റ് കുട്ടികളായിട്ട് നിൽക്കുന്ന കാഴ്ച. അപ്പോൾ അതേ കുട്ടികൾ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. വെള്ളം ഇങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്. അപ്പോൾ എനിക്കൊരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ ഒരു ഫീമെയിൽ മാത്രമാണ് ഇതിലുള്ളൂ, ഇതിൻ്റെ മെയിൽ ചത്തുപോയി. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ കുട്ടികളുണ്ടായെന്ന് എനിക്ക് ഭയങ്കര ഡൗട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളതിൻ്റെ ബേബീസിനെ എന്തേ ഇങ്ങനെ കൈ കൊണ്ട് കോരിയിട്ട് നമ്മളിതേ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ടോട്ടൽ ഇതേ 9 കുട്ടികളെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കുട്ടികൾ കൊണ്ട് ഞാൻ നേരെ പോയി നമ്മുടെ സോട്ടയിലെ ടാങ്കിലേക്ക് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മുന്നേ ഇതിൽ വെള്ളം നിറച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ടാങ്ക് ലീക്കായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് ഉപയോഗിക്കാറില്ല. അപ്പോൾ അതിൽ നമ്മുടെ ഈ ഫുൾ വൈറ്റിൻ്റെ കുട്ടികളെ സുരക്ഷിതമായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ബേബീസിനെ നമ്മൾ സേഫ് ആക്കി വെച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ ബാക്കിയുള്ള മീനുകൾക്കൊക്കെ തീറ്റിട്ട് കൊടുക്കാൻ പോയിട്ടാണ്. നമ്മുടെ മീനുകളും കാര്യങ്ങളൊക്കെ ഫുൾ സെറ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് വേലൂർ വരെ പോയിട്ട് വരേണ്ട ആവശ്യമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ പോണ വഴിക്കാണ് ഈ ഒരു കാഴ്ച കണ്ടത്. നമ്മുടെ തയ്യൂർ പുഴ കരകവിഞ്ഞ് ഒഴുകുന്നുണ്ട്. അപ്പോൾ അതേ കുറച്ച് നേരം അത് കണ്ടു നിന്നു കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാൻ നേരെ പോയി നമ്മുടെ എരുമൂട്ടി പള്ളിയിലേക്കാണ്. അപ്പോൾ ഇന്ന് എരുമൂട്ടി പള്ളിയിൽ ഇതേ 129 തിരുനാളാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരെ പള്ളിയിൽ പോയി നേർച്ചയൊക്കെ ഇട്ടിട്ട് നേർച്ച ചോറ് കഴിക്കാനായിട്ട് പോയിട്ടാ. അപ്പോൾ അതേ വരി നോക്കുമ്പോൾ നമ്മുടെ ഗേറ്റിന്റെ അവിടെ ഉണ്ടാ വരി കിടക്കണ. എന്തൊരു വരിയാണ്, നല്ലൊരു തിരക്കും. അങ്ങനെ വരിക്ക് നിന്നിട്ട് നമുക്ക് ചോറ് കിട്ടിട്ടാ. സാമ്പാർ, പുളിശ്ശേരി, അച്ചാറ്, പപ്പടം, പായസം അതെല്ലാം കൂട്ടിട്ട് പെട്ടായിട്ട് പടച്ചുട്ടാ. അപ്പൊ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഭീമന്റെ പട. അപ്പൊ ഭീമന്റെ പടയുടെ പെട കണ്ടിട്ട് കുറച്ച് നേരം നിന്നുട്ടാ. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി വണ്ടി എടുക്കാൻ പോകുമ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടട്ടാ. പെരുന്നാളിൻ്റെ ഇടയിൽ മീൻ കച്ചവടം. അപ്പോൾ അതേ മീനും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ അവിടെ സ്റ്റോപ്പ് ആയിട്ടാ. കുറച്ച് നേരം മീനും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പോയിട്ടാ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ശരി.